ഓർക്കുമ്പോൾ ഒരു വിഷമം അത്. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോടാ നിനക്ക്. എടാ ഞങ്ങൾ ഇത്രയും പേര് കൂടി ഇവിടെ ഒരു സ്ഥാപനം നടത്തുക, നീ മാത്രമുള്ളൂ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത്, മനസ്സിലായി? ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിനക്കറിയാലോ വീട്ടില് അരി പോലും മേടിക്കാനുള്ള പൈസ ഇല്ല, എന്നിട്ട് ഞാൻ ഇത് മുമ്പോട്ട് കൊണ്ടുപോയി, മനസ്സിലായോ? ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കി. പെണ്ണുമ്പോൾ തൊഴിലുറപ്പിന് പോയി ഒന്ന് വീണ് അവളെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഓ നിനക്ക് അതൊക്കെ അപ്പൊ കാര്യം. അപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല. അത് ബുധനാഴ്ചയല്ലയോ? അപ്പൊ ഇന്നലെ ചൊവ്വാഴ്ച പണിത പണിക്കൂലി ഇന്ത്യേ. വീട്ടിൽ അരി മേടിച്ചില്ല, മക്കൾക്ക് പലഹാരങ്ങളൊന്നും മേടിച്ചില്ല, അപ്പൊ അതൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ ഞാൻ വീട്ടിൽ? ഇവിടെ ഇതൊക്കെയാണോ നിനക്ക് വിഷയം? നീ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന നിപ്പിൽ ഒരു ആടിനെ പിടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ കാര്യം നടത്തിയത്, മനസ്സിലായോ? ഇത് പിന്നെ അങ്ങനെ മുമ്പോട്ട് പോകും. ഞാൻ പൈസ ഒപ്പിക്കാൻ നോക്കി, ഇപ്പൊ പെൻഷൻ കിട്ടുന്നില്ല അമ്മമ്മയ്ക്ക്, അത് എടുക്കാൻ ഞാൻ രാത്രി പരമാവധി നോക്കിയതാ. എന്നിട്ട് ആ വലിയ ഉറങ്ങത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടാ ഇത് പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും? നീ ഇത് പറ. ഇപ്പൊ നീ ഇത് കണ്ടോ, ഇതിനകത്ത് എത്ര പേര് പിരിവ് തന്നു നോക്കിയേ, ഇത് കണ്ടോ എത്ര പേര് പിരിവ് തന്നു നോക്കണം, ഇത് കണ്ടോ എല്ലാവരും നിന്റെ പേര് മാത്രമല്ല ഇല്ലാത്തത്. ഇപ്പൊ ഞാനിങ്ങനെ അവനെ വിളിക്കാനോ? അവനെ വിളിച്ച് ചോദിക്കണോ? ചോദിക്കുന്നു. ഹലോ സുരേഷേ, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷമാണോ? അതുകൊണ്ട് എനിക്ക് എന്തുവാ വിശേഷം? എടാ എന്തൊരു കാര്യം പറഞ്ഞ അത് അതുപോലെ ചെയ്യണ്ടേ? നീ ഇറങ്ങുമോ? എടാ ഞാൻ ഇറങ്ങത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, അവള് വിടത്തില്ല. രമേശേ, എടാ നീ ഇന്ന് ഇറങ്ങുമോ ഇല്ലയോ? ആഹാ എടാ അവൻ ഇറങ്ങുന്നില്ലെന്ന്. പെണ്ണുമ്പള വന്നതാണ് അതാ ഇറങ്ങാത്തെ. ആ പെണ്ണുമ്പള വന്നതിന്റെ അല്ല, ഇന്നലെ അവന് തേങ്ങാൻ ഓടിക്കാൻ കയറി, അതിന്റെ മുതലാളി വന്ന് അതിന്റെ ചുവട്ടി നിൽക്കുക. അവൻ ഇന്ന് ഇറങ്ങുന്നില്ല, നാളെ ഇറങ്ങുന്നോളാം. ഇതിപ്പോ അതാക്കൽ പോട്ടെ. ഇപ്പൊ നിന്റെ ഇപ്പൊ എത്ര ഉണ്ട്? 150 രൂപ വേണം. ബാക്കി ആരെയെങ്കിൽ ആരാ മേടി മതിയോ? മതി, കാര്യം നടക്കണ്ട. നാളെ ഈ ഉഴപ്പ് കാണിച്ചല്ലേ കേട്ടോ, ഞാൻ എഴുതിയിട്ടേക്കാം. വെള്ളം അടിച്ചിട്ട് പിന്നെ മനസ്സിൽ വെച്ചൊന്നും പെരുമാറുന്നില്ല. അതൊന്നുമില്ല. അല്ല നീ വീട്ടിൽ ചെന്ന് അലമ്പുണ്ടാക്കല്ലേ? ഞാൻ വീട്ടിൽ പോയി അളുമ്പൊന്നും ഉണ്ടാക്കത്തില്ല. ആര് പറഞ്ഞ അളുമ്പുണ്ടാക്കുന്നത്? നീ കഴിഞ്ഞ സ്ഥലം ഉണ്ടാക്കിയല്ലോ. എടാ അത് പിന്നെ എങ്ങനെ അളുമ്പുണ്ടാക്കും? കാരണം നമ്മൾ കന്ന് കഷ്ടപ്പെട്ട് വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വീട്ടിലേ ഞാൻ വിചാരിച്ച ഒരു 2 കിലോ ചിക്കനൊക്കെ മേടിച്ചിട്ട് ചെല്ലാന്ന്. അതും മേടിച്ചിട്ട് അവളെ കൊണ്ടുത്തിട്ട് ഞാൻ പറഞ്ഞടി ഇത് വൈകിട്ട് കറി വെക്കുകയോ പൊരിക്കുകയോ എന്തെങ്കിലും ചെയ്യടിയെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയുക അവക്കിത് കൊലച്ചോറാന്ന്. കൊലച്ചോറോ? ദേഷ്യം വരുത്തില്ലയോ? ഇവിടെ പൊട്ട കൊലച്ചോറല്ല, ഈ വറുത്തും പൊരിച്ചാലും നമുക്ക് കൊളസ്ട്രോൾ എന്നായിരിക്കും പറഞ്ഞേ. കൊളസ്ട്രോൾ എന്നാ പറഞ്ഞേ? കൊളസ്ട്രോള്. നീ 2 ദിവസം എവിടെ ആയിരുന്നു? നിന്നെ 2 ദിവസം കാണാനൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാൻ ഹരിപ്പാട് വരെ പോയി. ഹരിപ്പാട് നേരെ ഞാൻ അങ്ങ് പായ്പാട്, അവിടുന്ന് അങ്ങ് ചേപ്പാട്, ലാസ്റ്റ് ഊപ്പാട് വന്ന് ഇറങ്ങി. അതേ സ്ഥലം? ആ സ്ഥലമല്ല, ഇത്രയും ബസ്സേ കയറിയപ്പോഴത്തേനെ ഊപ്പാട് വന്ന് അങ്ങനെ ഇറങ്ങി പോന്ന. 10ാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ട് നീ എന്ത് പറഞ്ഞേ? ജീവിതത്തിൽ കല്യാണമേ കഴിക്കത്തില്ലെന്ന് ആണോ? അങ്ങനെ പറഞ്ഞു. പക്ഷെ നിന്റെ മാറ്റം ഭയങ്കരമായിരുന്നല്ലോടാ. പെട്ടെന്ന് കല്യാണം കഴിച്ചു, ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞും. എന്താ പറ്റിയ മാറ്റം വരാനുള്ള കാരണം? സംഭവം എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ ബസ്സിലേക്ക് കയറുമല്ലോ, ഭയങ്കര തിരക്കാണെങ്കിൽ ഒരു കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ കല്യാണം കഴിച്ചത്. സീറ്റ് കിട്ടാൻ വേണ്ടി? സീറ്റ് കിട്ടാം. ഒരു വെള്ളം എടുത്ത് വെച്ചിട്ട് പോവാം. എളുപ്പം കോരെ ഇന്ന് പത്തടിച്ചിട്ട് ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനും നീ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കണം. അതൊക്കെ ഉള്ളത് ഞാൻ ക്ലാസ് ഞാനിപ്പോ വീട്ടിൽ എടുത്തോണ്ട് വരാം. അവള് വരുന്നതിന് മുമ്പേ വരികയും വേണം. മതി എടുക്ക്. പിടിച്ചേ ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരട്ടെ. ഞാൻ ഗ്ലാസ് ഒപ്പിച്ച് ടച്ചിങ് ഒപ്പിച്ച് വെച്ചേക്കണം. ഓക്കെ ഗ്ലാസ് എടുത്തോണ്ട് എളുപ്പം പറഞ്ഞേ. സമയങ്ങളല്ലേ? ഇല്ല ഭൂതങ്ങൾക്കൊരു ഭൂതം, ഭൂമി കറക്കണ ഭൂതം, ബുംബും ചിരിയുടെ മേളം. ജിംബുംബ ആലംബന. ഹലോ ചെമ്പകമല്ലി, പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ആധാർ കാർഡും SSLC ബുക്കും എടുത്തോണം കേട്ടോ. എടി വിഭാഗം രജിസ്റ്റർ ചെയ്യണ്ടേ? അത് പിന്നെ എപ്പം ചെയ്യാനാ? പിന്നെ നീ തന്ന 5000 രൂപ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മൊബൈലിനകത്ത് കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പറ്റത്തില്ല മോളെ, നമ്മൾ പോയി ജീവിക്കണ്ടേ. പിന്നെ കുറച്ച് നമ്മൾ തമിഴ്നാട്ടിലാണ് പോകുന്നത്, കുറച്ച് തമിഴ് നിന്നെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ? ഇങ്കെ വാങ്കെ യങ്കെ. പിന്നെ വേറൊരു കാര്യം, മുഖത്തിന്റെ പേര് മാത്രം നീ പറയരുത് തമിഴ്. കാരണം നമ്മുടെ പോക്കറിയാമല്ലോ, ലാസ്റ്റ് അതായിരിക്കും നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് മുഖത്തിന്റെ പേര് മാത്രം നീ പറയണ്ട. എടി നിന്നെ കൊണ്ട് ഞാൻ പോകും. 7:17 ആവുമ്പോ നീ സ്റ്റാൻഡിൽ വന്ന് നിൽക്കണം. 16-ന് ഞാൻ അവിടെ കാണും.
നിന്റെ ആരുടെ 16 നിന്റെ അമ്മുമ്മയുടെ. നീ അതല്ല പറഞ്ഞത്. വൈകിട്ട് 7:16 ഞാൻ അവിടെ സ്റ്റാൻഡിൽ കാണുമെന്ന്. ആ നീ ഫോൺ വെച്ചേ. ആഹാ അവള് പറഞ്ഞു കേട്ടോ. ചേട്ടന് വേറെ ഏതെങ്കിലും സെറ്റപ്പോ പെണ്ണോ ഉണ്ടെങ്കിൽ നേരത്തെ പറയണേ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഓട്ടോ ഓടിക്കുന്ന സുമേഷിന്റെ കൂടെ അങ്ങ് പോകാമല്ലോ. ആ അതൊക്കെ പോട്ടെ. പിന്നെ എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലാണെങ്കിൽ ഇത് അമേരിക്കക്കാരുടെ വീടാ. ഇവിടെ ആണെങ്കിൽ അവർ 2-3 മാസമായി അമേരിക്ക പോകണം. അവിടെ ഇഷ്ടംപോലെ ഗോൾഡൊക്കെ ഇരിപ്പുണ്ട്. അതെങ്ങനെയും ഒന്ന് അടിച്ചു മാറ്റണം. പക്ഷെ CCTV ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നേരിട്ട് ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഭൂതത്തിന്റെ വേഷം കിട്ടി. ഭൂതക്കേസ് എന്ന് പറയുന്ന കേസും ഇല്ല, പോലീസ് അങ്ങനെ പിടിച്ചിട്ടുമില്ല. ഇതേ ഉള്ളൂ മാർഗം. ഫസ്റ്റിലെ ആദ്യം ഒരു 10 അടിച്ചിട്ട് അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അല്ല പിന്നെ എങ്ങനെയും നമുക്ക് മോഷിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കണം. എനിക്ക് അവളെ കൊണ്ട് പോയി എവിടെയെങ്കിലും പോയി മര്യാദയ്ക്ക് ജീവിക്കണം. അങ്ങനെ ഞാൻ നോക്കുന്നു. ഹലോ. ആ എടാ, നമ്മുടെ റാന്നിയിലെ പനമേലെ രായനച്ചാൻ്റെ ഒക്കെ വീട് നിനക്കറിയില്ല. നമ്മുടെ അവിടെ ഒരു മിറ്റത്തൊരു കിണറുണ്ടല്ലോ. അവിടെ ആക്കളം, സ്ഥിരം ആക്കളം തന്നെ അവിടെ തന്നെ. അങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇപ്പൊ വരും. ഇപ്പൊ സാധനമൊക്കെ ഇപ്പൊ വരും. എളുപ്പം പറഞ്ഞേ. കിട്ടിയോ? എന്തിയാ ക്ലാസ് ഒക്കെ കിട്ടിയാ? ക്ലാസ് കിട്ടി. ടച്ചിങ് എടുത്തില്ലേ നിങ്ങള്? ടച്ചിങ് എടാ അവിടെ ആകുന്ന നോക്കി. അവിടെ വീട്ടിലാളാ എടുക്കാൻ ഒക്കത്തില്ല. ആണോ? പെട്ടെന്ന് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കല്ലായിരുന്നു. നമ്മൾ സ്ഥിരം പോകുന്നോണ്ടാ കാര്യങ്ങൾ നടന്നത്. വീട്ടിൽ ചെന്ന് പറയാൻ ഒരു സമാധാനം ഇല്ലെന്നേ. വീട്ടിലെന്ത് പറ്റി? ഇപ്പൊ നാടകക്കാരൻ അളിയനും പെങ്ങളും ഇപ്പം വീട്ടിൽ വന്ന് താമസിക്കുമല്ലയോ? അവര് പോയില്ലയോ? പോകുന്ന 1 ലക്ഷം എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ പക്ഷേ നിങ്ങൾ അവിടെ രാത്രി ഒരു 10 മണി ആയ സമയത്ത് വെട്ടവും ഇല്ല, സൗണ്ടും ഇല്ല, ഒന്നുമില്ല. ടിവിയുടെ ഒച്ച പോലും കേട്ടില്ല. അളിയന്റെ ഓരോ നിർബന്ധങ്ങള്. ഇപ്പൊ അളിയൻ പറഞ്ഞു 10 മണിയാകുമ്പം ലൈറ്റ് ഓഫ് ചെയ്യണം, TV ഓഫ് ചെയ്യണം, കിടന്ന് ഉറങ്ങിക്കോളെ. എന്താ മൈക്ക് സാക്ഷി അതുവരെ ഉള്ളെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? കലാകാരനായോണ്ടാണ്. പിന്നെ അല്ലാതെ. പക്ഷെ എന്നാലും അതിന്റെ ടെറസിൽ മണ്ട വെള്ളം അടിക്കുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ രണ്ടും കൂടെ. അയ്യോ, മദ്യം കഴിക്കുന്നതിന് സർക്കാരിന് കുഴപ്പമൊന്നുമില്ല. അത് അവർക്ക് ചിക്കൽ കിട്ടുന്നില്ലയോ? പാവപ്പെട്ട കലാകാരന്മാർക്ക് കഞ്ഞി കുടിക്കാൻ പോകുന്നേ ഉള്ളൂ അവർക്ക് ബുദ്ധിമുട്ട്. അവന്റെ എന്തോ കിട്ടാനാ? എനിക്കറിയാൻ വയ്യേ. എന്താ ചെയ്യാനൊക്കെ ഉണ്ടാ കെച്ചിങ്ങെടുക്കാത്തന്നെ. എന്റെ പൊന്നോ. ഏതായാലും ഇതേ നോക്കണ്ട. ഇത് കഷ്ടപ്പെട്ട പിരിവ് ഞാൻ പൈസ അല്ല കിട്ടാ. എങ്ങനെ എടുക്കാൻ പറ്റും? ഇറങ്ങി ചാടാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിനകത്ത് എന്നെ കൂടെ പറ്റത്തില്ല. എന്തായാലും ഇന്നത്തെ കാര്യം എന്നെ കാര്യം ഏല ഒരു 90 കിട്ടിയ കാര്യമാണ്. നീ ഇതിനെ വെള്ളം കോരുന്നേ? ആരോ വരുന്ന അതിനകത്തുനിന്ന് കയറി. ആര്? നിനക്ക് അച്ഛന് പറഞ്ഞ ആരാൻ അല്ല ചോദിക്കുക. ആരാ? ഞാൻ ഭൂതം. ഭൂതമോ? ഇതെന്ത് എനിക്ക് മനസ്സിലായില്ല. ഇത് ഊർജന്റാണോ? അതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുപ്പി പൊട്ടി വരുവാ. അതാണ് ചോര. ഒരു കുപ്പിച്ചില് കൊണ്ടു അങ്ങനെ വന്നതാ. നമ്മുടെ കുപ്പിക്കകത്ത് ഭൂതമായിരുന്നോ? ഞാനൊരു 10 അടിക്കുകയും ചെയ്തു. ബീവറേജ് ഭൂതമാണോ? അല്ല, ഇത് ഒറിജിനലാണ്. നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒറിജിനലാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പം മദ്യം പോയി ഒരു മദ്യം എടുത്തതാ. സത്യം പറഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങൾ അടിമയാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരുകയും ചെയ്യും. ഉറപ്പാണോ? ഉറപ്പാ. ഞാൻ പരീക്ഷിക്കാളാ. മദ്യം തന്നെ നടത്ത. ജിം ബോംബ. മദ്യം എന്താ അങ്ങനെ കുറിച്ചല്ലാണോ? നമുക്ക് ഇപ്പൊ അറിയാമല്ലോ. ജിം ബോംബ. എത്ര ബോംബായാലും കൊണ്ടുപോവാ. ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോ വരും. ഓ ഭയങ്കര തിരക്കാ അവിടെ. എവിടെ? സാധനം വേണമെന്ന് പറഞ്ഞില്ലേ? തിരക്കാണോ? പ്രീമിയത്തിനോ? ആലംബന. അത് കിട്ടിയില്ലെങ്കിലാ അവിടെയും തിരക്കാ. ഞാൻ വേറെ സാധനം ഞാൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തോളാം. ഞാൻ ഭൂതമാണല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. അങ്ങനെ 10 കിലോ അരി എന്റെ സാധനം ഉണ്ടാ. 10 കിലോ പണിക്ക് പോകണ്ടല്ലോ. പണിക്ക് പോണ്ട. എടുക്ക്. ഏതായാലും ഞങ്ങൾ അടിമയല്ലയോ? ആലംബന. ഇതൊക്കെ എന്ത് കറക്റ്റ് ആണോ? എന്ത് കറക്റ്റ് ആയത്? കാര്യം പറയട്ടെ. പിന്നെ ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുപോയല്ലേ? വീട്ടിൽ കൊണ്ടുപോയി നീ വിളിച്ചോ? കൊണ്ടുവരും. പിന്നെ ഫോൺ എടുത്തോട്ടെ. ഹലോ ഡീ, എനിക്കൊരു ഭൂതത്തിനെ വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരട്ടെ. ഇതാകുമ്പോ ജോലിക്കും കൂലിക്കൊന്നും പോകണ്ട. എന്താ ആണോ? ഓ ശരി. എന്താ പറഞ്ഞു? ഓ വഴിയിൽ നിന്ന് കിട്ടിയ കണ്ടവന്മാരൊന്നും വീട്ടിൽ കയറ്റാൻ കൊണ്ടുവരില്ലല്ലോ. എന്നാ ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ ജസ്പി, എടീ നീ ഇപ്പം എവിടാ? തൊഴിലുറപ്പിലോ? നീ ആ തൊഴിലുറപ്പിന് പണി സാധനം എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ബുക്കുണ്ടല്ലോ, അതിന് മേലാൽ ഞാൻ പണിക്ക് വരത്തില്ല എന്ന് എഴുതി ഒപ്പിട്ടേച്ച് പോര്. നമുക്കൊരു ഭൂതം കസ്റ്റഡിയിലുണ്ട്. എന്താ പറഞ്ഞാലും പട്ടുസാരി വേണോ? പട്ടുസാരി. കോഴിക്കട്ട വേണോ? കോഴിക്കട്ട. എന്താ പറഞ്ഞാലും. അതുപോലെ എൻ്റെ പണി സാധനം കൂടെ എടുത്താൽ കളഞ്ഞോ കേട്ടോ. ഞാനും പണിക്കും പോകുന്നില്ല. പിന്നെ അവിടെ കാണാൻ നമുക്കൊരു വീട് കിട്ടുമോ? പുള്ളിയൊന്ന് വാടകയ്ക്ക് താമസിപ്പിക്കേ. എങ്ങനെ? എടാ
ഒരു വീടുണ്ട് ആ. പക്ഷെ കക്കൂസ് ഇല്ലെന്ന്. കക്കൂസില്ലയോ? അതല്ലേ ഭൂതത്തിന് കക്കൂസ്. പിന്നെ ഇത് എന്തിനു കൊണ്ട് കിടക്കുക? ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി കൊണ്ടു നടക്കുമല്ലേ. ആണോ? അവൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ആ. അങ്ങനത്തെ ഭൂതത്തിന്റെ അരി ഞാൻ ഏറ്റു. ഭൂതം കഴിക്കും? കൊടുക്കരുത്, ഭൂതം ഒന്നും കുടിക്കത്തില്ല. നിനക്ക് പോവാ. ഭൂതം കുടിക്കും. കുടിക്കോ? ഇല്ല, കുപ്പിക്കകത്ത് ഇത്രയും നാൾ ഞാൻ കിടക്കുന്ന പിന്നെ ചുമ്മാതാണ്. വേണോ? അടിക്കുന്നോ? ഹലോ ചെമ്പകമല്ലേ, ഇടി ഞാൻ വരും. പിന്നെ നമ്മൾ രണ്ടും കൂടെ പോകും. എന്റെ ചെമ്പകം പല്ലി നമ്മൾ പോകുമെന്ന് പറഞ്ഞേ പോകും. നമ്മൾ നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ ഓഫീസിലാ. നിനക്ക് സാരിയൊക്കെ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്, പട്ട് സാരിയൊക്കെ കേട്ടോ. നീ സമാധാനപ്പെട. ഓക്കെ. എന്തോ എനിക്ക് ഇപ്പോഴും വിശ്വാസം അങ്ങോട്ട് വരുന്നില്ല. എന്താ ഇത് ഭൂതമാണോന്ന് എനിക്ക് അങ്ങ്. നമുക്ക് മദ്യമൊക്കെ തന്നില്ല, ഇപ്പൊ ഭൂതം ഇല്ലേ അത്? ആണോ? ഭൂതം ഇനി എന്തായാലും വേണോ നിങ്ങൾക്ക്? എനിക്കൊരു പട്ടുസാരി വേണം. വീട്ടിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യല്ലേ. പട്ട് സാരി തന്നെ വേണോ? വേണം, പട്ടുസാരി വേണം. ജിം ബൂമ്പ ആടെ കിടക്കും. ഇതെങ്കിലും വിശ്വസിക്കാതിരിക്കോടാ. ഭൂതം നമുക്ക് കൊണ്ടുപോയാലോ? നാളെ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നു. ചെമ്പകമല്ലി, ഓ ഇതിക്കുള്ള എന്താ വിശ്വാസം? 10 കിലോ അരി സാധനമായില്ലേ? സാരി പോയി. ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. എങ്ങനെയാലും നമുക്ക് പോകാമെന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്തുവാ? സുമേഷിന്റെ കൂടെ പോവാ നോക്കണമെങ്കിൽ. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഞാനങ്ങ് വരട്ടെ. എന്നോട് ഓരോ കാര്യം ഞാൻ പറയുമ്പോൾ ഞാൻ ഇത്രയും നാൾ നിന്നെ സ്നേഹിച്ച് എന്തിനാട്ടി നടന്നത് മുത്തേ? കാര്യം എന്തുവാ? ഭൂതത്തിനാന്ന് ഈ വീട് നോക്കി നിൽക്കുന്നേ? ഇവിടെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട ഈ വീട്ടിൽ കയറാൻ നോക്കിയെന്നറിയോ? ഗോൾഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചേ. പക്ഷെ സിൽവറെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? എനിക്കറിയാം. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ